വൃക്ഷങ്ങളുടെ ബന്ധുവായ ശ്രീ സുന്ദർലാൽ ബഹുഗുണയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഞങ്ങൾ ഈ പരിപാടി സമർപ്പിക്കുന്നു. ഏവർക്കും നമസ്കാരം. ശുഭകരമായിരിക്കട്ടെ ഇന്നത്തെ ദിനം. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോന്നറിയില്ല. ഇവിടെ മഴ പെയ്ത് തോർന്നേ ഉള്ളൂ. മഴ ഒരു വല്ലാത്ത കുളിരുള്ള, എല്ലാവരെയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തുന്ന, പ്രവാസികൾക്കൊക്കെ ഭയങ്കരമായിട്ട് അങ്ങനെ കുതിപ്പിക്കുന്ന ഒന്നാണ്. ഞങ്ങൾക്കും മഴയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ വർഷവും ജൂൺ 5 പരിസ്ഥിതി ദിനത്തിനോടനുബന്ധിച്ച് വരുന്ന ഒരു ശനിയും ഞായറും നെല്ലിയാമ്പതിയിൽ, പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയിൽ ഞങ്ങളിങ്ങനെ ഒത്തുകൂടാറുണ്ടായിരുന്നു. ഇതിലെ പലരും അവിടെ വന്ന് കണ്ടിട്ടുള്ളവരാണ്. ആ നെല്ലിയാമ്പതിയിൽ വെച്ച് കൂടുന്ന ആ കൂട്ടത്തില് മഴയുടെ കുളിര് അറിഞ്ഞ്, മഴവെള്ളത്തിൽ കുളിച്ച്, മഴവെള്ളത്തിൽ പാചകം ചെയ്ത ഭക്ഷണം കഴിച്ച്, മഴവെള്ളം കുടിച്ച് നമ്മളിങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് ആ മഴയുടെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഇനി ഇവിടെ എങ്ങനെ ജീവിക്കും എന്നതിനെ കുറിച്ചാണ്. കഴിഞ്ഞ 10-15 വർഷത്തോളമായി നമ്മൾ ഈ മഴ ക്യാമ്പുകൾ തന്നെ തുടങ്ങിയിട്ട് 15-20 വർഷത്തോളമാണ്. പതിയെ ഈ മഴ ക്യാമ്പുകൾ മാറിയിട്ടാണ് ഈ കോ ഫെലോഷിപ്പ് എന്നുള്ള ഒരു പ്രോഗ്രാമിലേക്ക് നീങ്ങിയത്. മഴ ക്യാമ്പുകളിൽ നമ്മൾ സംസാരിച്ചിരുന്നു ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ള വിഷയത്തെ കുറിച്ച്. ജീവിതം കൊണ്ട് അന്വേഷിച്ച് തുടങ്ങിയ കുറച്ചുപേർ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ പരിപാടി ഇങ്ങനെ ഫെലോഷിപ്പ് എന്നുള്ള രൂപത്തിൽ മുൻപോട്ട് കൊണ്ടുപോയത്. അന്ന് മുതൽ നമ്മൾ ഒരു ഒരുമിച്ച് ജീവിക്കുന്ന, ഇവിടെ എന്തൊക്കെ പ്രശ്നമുണ്ടായാലും നമ്മുടെ ജീവിതത്തെ തട്ടിക്കളയാത്ത ഒരു ഗ്രാമ്യ ജീവിതത്തെ ആവിഷ്കരിക്കുന്നുണ്ടായിരുന്നു. 1981 ഞങ്ങൾ കുട്ടികളുടെ ഒരു സയൻസ് ക്ലബ് ആയിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. 81 1986 ഞങ്ങൾ കുറച്ചുപേര് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കൂട്ടുകാർ പലരും വെളിയിലേക്ക് പോയി. അപ്പൊ ഈ വെളിയിൽ പോയ ആളുകളെല്ലാം കൂടെ തിരിച്ച് ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ കണ്ടെത്തിയ ഒരു മാർഗം ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജിന്റെ രൂപത്തിൽ ഒരു സ്വാശ്രയ ഗ്രാമം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. 1990 ഒക്കെ ആയപ്പോ നമ്മൾ അതിന് ഒരുപാട് ഡയമെൻഷൻസ് കണ്ടെത്തി. അതിന്റെ ഫിലോസഫിക്കൽ ആസ്പെക്ട്സ്, അതിന്റെ ഫാമിംഗ് ആസ്പെക്ട്സ്, ഇതുപോലുള്ള കാര്യങ്ങളല്ല, അതിന്റെ സ്പിരിച്വൽ ആസ്പെക്ട്സും ഒക്കെ. 1994 ഞങ്ങൾ ഒരു കമ്മ്യൂണായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അന്ന് യാദൃശ്ചികമായിട്ട് എനിക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ മാത്രം അന്വേഷിച്ചു വരുന്ന ഒരു കത്ത് കിട്ടി. ആ കത്തിൽ പറഞ്ഞിരുന്നു 17-നും 27-നും വർഷങ്ങൾക്കുള്ളിൽ പൂർണ്ണമാകാൻ പോകുന്ന ഇന്ത്യൻ പാരിസ്ഥിതിക, സാമ്പത്തിക, ആരോഗ്യ, സാമൂഹിക, സാംസ്കാരിക തകർച്ച എന്നൊരു കാര്യം. അതിലെ മുഴുവൻ വിഷയങ്ങൾ പറയാനുള്ള ഒരു വേദി ആയി ഇതിനെ കരുതാൻ കഴിയില്ല. എങ്കിലും അതിൽ പറയുന്ന വിഷയങ്ങളെയാണ് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത്. അന്നു മുതൽ ഈ ഒരു അവസ്ഥ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇതെല്ലാം വേറെ ഏതെങ്കിലും വഴി കേട്ടിട്ടുണ്ടാവും, ബോധ്യം വന്നിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ വന്നെത്തിയത്. പ്രകൃതിയിലെ എല്ലാ സംവിധാനങ്ങൾക്കും ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്, നിലനിൽക്കാൻ കഴിയേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തെ ബോധ്യമുള്ള, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് താല്പര്യമുള്ള, അതിനെക്കുറിച്ച് കരുതലുള്ള ആളുകൾക്ക് ഇവിടെ നിന്നും എന്തെങ്കിലുമൊക്കെ എടുക്കാനുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നത്. കൊറോണ വന്നു, പോയെന്ന് ആരും പറഞ്ഞില്ല. പക്ഷെ വീണ്ടും വലുതായി വന്നു, വീണ്ടും പുതിയ രൂപത്തിൽ വരുമത്രേ, അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു അത്രേ. കൊറോണയുടെ പേരിൽ നമ്മൾ എന്തൊക്കെയോ അടച്ചിട്ടിട്ടുണ്ട്. വഴികൾ അടച്ചിട്ടിട്ടുണ്ട്, കൃഷിയിടങ്ങൾ അടച്ചിട്ടിട്ടുണ്ട്, സ്കൂളുകൾ അടച്ചിട്ടിട്ടുണ്ട്, പലതും അടച്ചിട്ടിട്ടുണ്ട്. ഈ അടച്ചിട്ടതെല്ലാം ഇനി തുറക്കുമ്പോൾ ഏത് രൂപത്തിലായിരിക്കും എന്നുള്ളത്. ഉദാഹരണത്തിന് സ്കൂൾ മാത്രം എടുക്കുക. സ്കൂൾ ഇനി തുറക്കുമ്പോൾ അതൊരു പുതിയ രൂപത്തിലായിരിക്കും. സ്കൂളിന്റെ കെട്ടിടം മുതൽ, അതിനകത്തെ സംവിധാനങ്ങൾ മുതൽ, അവിടുത്തെ പാഠപുസ്തകം മുതൽ, ടീച്ചർമാര് മുതൽ, അവിടെയുള്ള ഏതാണ്ട് മുഴുവൻ കാര്യങ്ങളും മാറിയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ പുതിയ വിദ്യാഭ്യാസ നയം വന്നിട്ടുണ്ടാവും. കൊറോണ വരാൻ വേണ്ടി കാത്തിരുന്ന പുതിയ വിദ്യാഭ്യാസ നയമായിട്ട് പലർക്കും തോന്നിയേക്കാം അത്. ഞാൻ ഈ പറയുന്നതിന്റെ ആന്തരിക അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നതിന് മുമ്പ്, വിശദീകരിക്കാൻ നിൽക്കത്തില്ല. അതിന് പകരം ഞാൻ ഇതിന്
ഈ വഴി വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രസന്റേഷന്റെ രൂപത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമ്മൾ കുറച്ചായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ജസ്റ്റ് കാണിച്ചും പറഞ്ഞും മാത്രം പോവുകയാണ്, കൂടുതൽ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. ബാക്കിയുള്ളത് എന്താണ് നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അതിലൂടെ നമുക്ക് കടന്നു പോകാം. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉള്ളവര് അപ്പപ്പോ അതൊന്ന് നോട്ട് ചെയ്തിടുക, ചാറ്റ് ബോക്സിൽ നോട്ട് ചെയ്തിടുക. ഇടയ്ക്ക് കയറി ദയവ് ഇത് പറയാൻ നിൽക്കരുത്, കാരണം ഇതിന്റെ നെറ്റ്വർക്കും സംവിധാനങ്ങളും ഒക്കെ അങ്ങനെ ആയതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള ഒരു 3-4 ചോദ്യങ്ങൾക്കുള്ള മറുപടി നമ്മൾ പ്രോഗ്രാം കഴിയുന്നതിന് മുമ്പ് പറയാം. അതിനുശേഷമുള്ളത് നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ നിന്നാണോ വന്നത്, ഇക്കോ ഫെലോഷിപ്പ് എന്നുള്ള ഗ്രൂപ്പിൽ നിന്നാണ് വന്നതെങ്കിൽ അവിടെ ചോദിക്കുക, മറുപടി അവിടെ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പ്രസന്റേഷനിലേക്ക് കടക്കാം. എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടോ എന്ന് ഒന്ന് ചാറ്റ് ബോക്സിൽ എഴുതിയിടുന്നത് നന്നായിരിക്കും. ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു പഠനം കൂടിയാണെന്ന് വിചാരിച്ചോളൂ. ഇത് ക്യൂ ലൈഫ് ഇൻ പ്രാക്സിസ് എന്നുള്ള പരിപാടിയുടെ ക്വാണ്ടം ലൈഫ് പ്രാക്സിസ് എന്നുള്ള പരിപാടിയുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി നടത്തി വരുന്ന സർവൈവൽ മന്ത്ര എന്ന പ്രോഗ്രാമിന്റെ ആമുഖമായിട്ടാണ് നമ്മൾ ഈ സംഭവത്തെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. റെലവന്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ സർവൈവൽ മന്ത്ര എന്നുള്ള പ്രോഗ്രാമിന്റെ പശ്ചാത്തലത്തിൽ തന്നെ നമ്മൾ അവതരിപ്പിക്കുന്നു. ഓക്കെ, നമ്മളിവിടെ അവതരിപ്പിക്കുന്ന വിഷയത്തിന്റെ പേര് പോസ്റ്റ് കൊറോണ ലൈഫ് അല്ലെങ്കിൽ കൊറോണാനന്തര ജീവിതം എന്നുള്ളതാണ്. ഓക്കെ, 2-3 കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ പറയാനുണ്ട്. ഒന്ന്, നിങ്ങൾ തുറന്ന മനസ്സോടുകൂടി സമീപിക്കുക. നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടോ അതിന്റെ തുടർച്ചയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുക. നിങ്ങൾക്ക് എന്തറിയുമോ അതാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുക. നിങ്ങൾക്ക് അറിയാത്തതൊന്നും ഇവിടെ നിന്ന് കിട്ടില്ല. കാരണം ഞാൻ പുതിയതായി എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എങ്ങനെയോ അത് മാത്രമേ ഉള്ളിൽ പ്രവർത്തിക്കുള്ളൂ എന്നുള്ളതാണ് മനസ്സിന്റെ രീതി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടാണോ നെഗറ്റീവ് ആയിട്ടാണെങ്കിലും നിങ്ങൾ വിടുന്ന ഒരു കാര്യം എടുക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് നിങ്ങളുടെ അറിവാണെന്നാണ്, ഞങ്ങളുടെ അറിവല്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. 2, സ്വീകാര്യത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനപ്പുറത്തൂടെ കടന്നു പോകാൻ കഴിയുള്ളൂ. വിഷയങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ള മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അക്സെപ്റ്റൻസോടുകൂടി ദയവ് ചെയ്ത് എത്തിരിക്കുക. എന്താണെങ്കിലും മനുഷ്യന് ഗുണകരമായ, ജീവജാലങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുള്ളൂ. ഒളിമ്പസിനെ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് അതറിയില്ലായിരിക്കാം, എങ്കിലും നിങ്ങൾ അത് മനസ്സിൽ കരുതുക. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു കളക്റ്റീവ് മൈൻഡാണ്, ഒരു ഏകീ മാനസം. പ്രപഞ്ച സംവിധാനം ഭംഗിയായി പ്രവർത്തിക്കണമെങ്കിൽ അതിനൊരു ഏകീ മാനസം ഉണ്ടാകണം. അതാണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇനി നേടേണ്ടത് എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞു നിർത്തിയതിന്റെ തുടർച്ചയാണ് നിങ്ങൾ ചെയ്തു പോകേണ്ടത്. ഞാൻ പറഞ്ഞതിനോട് റെസ്പോണ്ട് ചെയ്ത് എന്നോട് റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ നിൽക്കുന്ന സാഹചര്യത്തെ മനസ്സിലാക്കി അതിന്റെ തുടർച്ചയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു കൂട്ടായ ഒരു കർമ്മത്തിലൂടെയാണ് കടന്നു പോകാൻ ഒരുങ്ങുന്നത്. ആ കൂട്ടായ കർമ്മത്തിന്റെ ഭാഗമായി ഇതിനൊക്കെ വിത്തുകൾ പാകിയ ഗാന്ധിജിയും JC കുമരപ്പയും ഗാന്ധിജിയുടെ ശിഷ്യനായിട്ടുള്ള കേരളീയനായ പങ്കജാക്ഷക്കുറുപ്പും ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പകർന്നു തന്നിട്ടുണ്ട്. പങ്കജാക്ഷക്കുറുപ്പ് നമുക്ക് പകർന്നു തന്ന ആഗോള മാനുഷിക ധ്യാനം എന്ന ധ്യാന ചിന്തയുടെ ഒരു ആധുനിക ആവിഷ്കാരമാണ് ബന്ധുത്വ മനനം എന്നുള്ളത്. അതൊന്ന് കേട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം. ഒരല്പനേരം കണ്ണടച്ചിരിക്കാം ദയവായി. തിരികെ വരാം. കൈകൾ കൂട്ടിത്തിരുമ്മി മുഖവും കണ്ണും ചെവിയും തടവിക്കൊണ്ടുപോകുക. പാദം വരെ നമുക്ക് പ്രസന്റേഷനിലേക്ക് തിരികെ വരാം. ഈ പ്രസന്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലധികം ഉള്ള ജീവിത പരിചയത്തിന്റെ
നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള നിരീക്ഷണങ്ങളുടെ, അത്തരം ചർച്ചകളുടെ, അത്തരം ഇടപെടലുകളുടെ, അത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്തുള്ള പരിചയത്തിന്റെ ഒക്കെ പുറത്ത് പറയുന്നതാണ്. ഇത് വായിച്ചുണ്ടാക്കിയോ ഒന്നും നേടിയതല്ല, അല്ലെങ്കിൽ ഇതിനെ നമ്മുടെ ജീവിതാനുഭവത്തിന്റെ ഭാഗമായി മാത്രം ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഇക്കോസഫിക്കലാണ്, ഇക്കോളജിക്കൽ ഫിലോസഫിയെ ആധാരമാക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. അത് ഡീപ്പ് ഇക്കോളജിക്കൽ ആണ്, ഈ സ്പിരിച്വൽ ആണ്, പൂർണ്ണമായിട്ടും സ്പിരിച്വൽ ആണ്, ഇക്കോസെൻട്രിക് ആണ്, പ്രകൃതി കേന്ദ്രിതമാണ്, മനുഷ്യ കേന്ദ്രിതമല്ല, പിന്നെ മൂല്യാധിഷ്ഠിതമാണ്. കേവല യുക്തിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് യുക്തിക്ക് മൂല്യങ്ങളെ പരിഗണിക്കേണ്ട കാര്യം. നമ്മളിവിടെ മൂല്യാധിഷ്ഠിതമായിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് യുക്തിക്ക് പ്രാധാന്യം വളരെ കുറവായിരിക്കും. ഓക്കെ, റാൻഡം ആയിട്ടാണ്, ലീനിയർ അല്ല. മനുഷ്യന്റെ ചിന്ത പോകുന്നത് എപ്പോഴും ലീനിയർ ആയിട്ടാണ്. ഇത് റാൻഡം ആയിട്ടായിരിക്കും പോവുക, സമഗ്രമായിട്ടായിരിക്കും. ശാസ്ത്രത്തിന്റെ ഒക്കെ ഒരു പരിമിതി അത് ലഘൂകരിച്ച് മിതപ്പെടുത്തി ഒരു ഭാഗം മാത്രം കണ്ട് മറ്റൊന്നും കാണാതെ പോകുന്നു. ഇതങ്ങനെയല്ല, പൂർണ്ണമായിട്ടുള്ള രൂപത്തിലാണ് കാണാൻ ശ്രമിക്കുന്നത്. അതുപോലെ തുറന്നാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. പ്രായോഗികമായ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ധാർമ്മികമായിട്ടാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. അപ്പോൾ ഈ പ്രസന്റേഷനിൽ അത്തരം ഒരു സമീപനമാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ എടുത്തു പറയേണ്ടത് എന്താ വെച്ചാൽ, നമ്മളിപ്പോ എപ്പിഡമിക് ഡിസീസസ് ആക്ട് 1897 ആ ഒരു ആക്ടിന് ശേഷം സെക്ഷൻ 91 ഒക്കെ പറയുന്ന ഫ്രീഡം ഓഫ് സ്പീച്ചിന് കൃത്യമായിട്ട് ഒരു സ്റ്റോപ്പിംഗ് ഉണ്ടായിട്ടുണ്ട്. നമുക്കിപ്പോ അതിന് പലതും തുറന്നു പറയാനുള്ള റൈറ്റ് ഇല്ല. അതുകൊണ്ട് ഇവിടെ പറയാവുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതിനും അപ്പുറത്തുള്ള കാര്യങ്ങൾ പറയുമെന്ന് പ്രത്യാശിക്കരുത്. നിങ്ങൾ ചോദിച്ചാലും നമ്മൾ ആ ഒരു പരിധിക്കപ്പുറത്തേക്ക് നിയമം അനുവദിക്കുന്നത് വരെ മാത്രമേ നമ്മൾ പറയുകയുള്ളൂ. അതിനും അപ്പുറത്തേക്ക് പറഞ്ഞാൽ പറയാനുള്ള വേദിയല്ല ഇത്. കാരണം നമ്മൾ കാര്യങ്ങളെല്ലാം ലീഗലൈസ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഓക്കെ, ഇത് എല്ലാവർക്കും അറിയാം. പാൻഡമിക് ടെസ്റ്റുകൾ ഉണ്ടാവുന്നു, കൊറോണയാണെന്ന് പറയുന്നു, മാസ്കുകൾ ഉണ്ടാവുന്നു, വാക്സിനുകൾ ഉണ്ടാവുന്നു, ഇങ്ങനെ ഉയർത്തി കാണിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാവുന്നു. മാധ്യമങ്ങളെ നോക്കിയിരുന്നാൽ നമ്മൾ ഒരുപാട് ഉയർന്ന കണക്കുകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. അടുത്ത വീട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ ആരുടെയും മുഖത്ത് മാസ്ക് കാണുന്നല്ലാതെ ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നവർ അധികമില്ല. ടോട്ടലായിട്ടുള്ള സ്റ്റാറ്റിക്സ് നിങ്ങൾ നേരിട്ടെടുത്താൽ മതി. എന്താണെങ്കിലും ഇന്റർനാഷണൽ പ്രോട്ടോകോൾസ് ഉണ്ട്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള പ്രോട്ടോകോളുകളുണ്ട്. ആ പ്രോട്ടോകോളുകൾ ഗവൺമെന്റ് നോക്കി നടപ്പിലാക്കുന്നുണ്ട്. നമ്മളത് അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. ഗവൺമെന്റ് മുൻപോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നത് മാത്രം കൊണ്ട് തീർന്നോ? നമ്മുടെ ഉത്തരവാദിത്തം അവിടെ കൊണ്ട് തീർന്നു? നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒന്ന് നോക്കുക. ലോക്ക് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകും. ലോക്ക്ഡൌൺ അല്ല, ലോക്ക് സ്റ്റെപ്പ്. നമ്മുടെ ബോർഡറുകൾ അടയുന്നു, നമ്മുടെ ഫുഡ് സപ്ലൈ ചെയിൻ മുറിയുന്നു. ഇലക്ഷൻ പ്രമാണിച്ച് ഫുഡ് സപ്ലൈ ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് റേഷൻ കട വഴിയൊക്കെ കുറെ വന്നു. അതിനെയൊന്നും ലോങ് ടേമിൽ പ്രതീക്ഷിക്കരുത്, അത് നിൽക്കും. പിന്നെ സ്കൂളുകൾ അടഞ്ഞു കിടക്കുകയാണ്. നിങ്ങളുടെ ജോലിയിടങ്ങൾ, തൊഴിലിടങ്ങൾ പലയിടത്തും അടഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ ഈ ഊതി വീർപ്പിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഊതി വീർപ്പിക്കപ്പെട്ടിട്ടുള്ള ആ കൺസ്യൂമറിസം എന്ന് പറയുന്ന മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയുന്ന സംവിധാനം, അത് പൊട്ടാൻ തുടങ്ങി. പിന്നെ കൺട്രോൾഡ് ഗ്രിഡാണ്, എല്ലാ കാര്യത്തിനും നിയന്ത്രണം വന്നു കഴിഞ്ഞു. ചിന്തയ്ക്ക് നിയന്ത്രണം, പണത്തിന് നിയന്ത്രണം, ഭക്ഷണത്തിന് നിയന്ത്രണം, യാത്രയ്ക്ക് നിയന്ത്രണം, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം, എല്ലാത്തിനും നിയന്ത്രണം വന്നു കഴിഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്നതാണ് ഈ സമയത്തുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഞാനിവിടെ ഈ ചാടി വരുന്ന, ഓട്ടോമാറ്റിക്കായിട്ട് ചാടി വരുന്ന ഈ ഒരു പ്രസന്റേഷൻ സീരീസിൽ മുഴുവൻ കാര്യങ്ങളും സ്കിപ്പ് ചെയ്യാനുള്ളതാണ്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മാത്രം ഇട്ട് തന്നുകൊണ്ട് പോകുന്നു, അതിന്റെ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. കാരണം സമയം അനുവദിക്കുന്നില്ല എന്നുള്ളതും മാത്രമല്ല, ഇവിടെ ഈ ഒരു പ്രോഗ്രാമിൽ ഇപ്പോൾ നമുക്കത് മുഴുവൻ അവതരിപ്പിക്കാൻ കഴിയില്ല, അവതരിപ്പിക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട്. ഓക്കെ, എന്താണെങ്കിലും സാമ്പത്തിക മാന്ദ്യം, നിങ്ങൾ ഏത് രാജ്യത്ത് നിൽക്കുകയാണെങ്കിലും അവിടെ സാമ്പത്തിക മാന്ദ്യം എന്നുള്ളൊരു കാര്യം വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ വളരെ വളരെ വലുതായിട്ട് വന്നിട്ടുണ്ട്. സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്നത് ലോകത്ത് പുതിയൊരു കാര്യമൊന്നുമല്ല. പണം എന്നുള്ള സംവിധാനം, ബാങ്കിങ് എന്നുള്ള സംവിധാനം, ബാങ്കിങ്ങിന്റെ മേഖലയിലുള്ള സ്റ്റോക്ക് മാർക്കറ്റും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ ഉണ്ടായ കാലം മുതൽ, ഒരുപക്ഷെ പണം ഉണ്ടായ 1870 ആ കാലം മുതൽ തന്നെ റിസഷൻ എന്നുള്ള സംഭവം ഉണ്ടാവുന്നുണ്ട്. ഇത് വലതുവശത്തെ ചിത്രത്തിൽ ആ മുകളിൽ കാണുന്നത് അത്തരം വർഷങ്ങളുടെ കണക്കാണ്, ഏതൊക്കെ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 7 ക്രൈസിസുകളാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഗ്രേറ്റ് ഡിപ്രഷൻ 1932, അതെങ്ങനെ വന്നിട്ട് 1956 82 ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം 1992 മുതൽ 97 വന്ന റഷ്യൻ എക്കണോമിക് ക്രൈസിസ് ആണ്. ഇതില് ലോകത്തിന്റെ വഴി ശരിക്കും തിരിച്ചുവിടാൻ തുടങ്ങി. അന്നു മുതൽ ഞാൻ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നു.
1992 മുതൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങോട്ടൊക്കെയാണ് ഇത് തിരിയുന്നത് എന്നുള്ളത് നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. ശേഷം 94 ലാറ്റിൻ അമേരിക്കൻ ഡെപ്റ്റ്, അത് നമുക്ക് ഇവിടെ ബാധിച്ചിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കും, അവിടെ ബാധിച്ചിട്ടുണ്ട് അമേരിക്കയിൽ. ഈസ്റ്റ് ഏഷ്യൻ എക്കണോമിക് ക്രൈസിസ് ഇവിടെ ഉണ്ടായി. ഇപ്പോ എന്റെ ഗ്ലോബൽ എക്കണോമിക് റിസഷൻ എന്ന് പറയുന്ന സംഭവം 2007, 2008, 2009 കാലത്തുണ്ടായി. ഇപ്പോൾ 2019, 2020 ഈ ബിഗ് ബബിൾ ബ്ലാസ്റ്റിംഗ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഒരു അടുക്കള സംസാരം എന്താന്ന് വെച്ചാൽ അത് മറയ്ക്കാൻ വേണ്ടി വന്ന സാധനമാണ് കൊറോണ എന്നാണ്. കൊറോണ ചൈന ഉണ്ടാക്കി, അവിടെ ഉണ്ടാക്കി, ഇവിടെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞത് ആരോ ഉണ്ടാക്കി എന്നൊരു ധാരണ മിക്കവാറും പേർക്കുണ്ടല്ലോ. അപ്പോ ഈ കൊറോണ എന്നുള്ള അവസരം ഉണ്ടായത് ഇത് മറച്ചു വെക്കാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത്. ആണോ അല്ലയോ നമുക്കറിയില്ല. എന്താണെങ്കിലും 2.6 ട്രില്യന്റെ ഒരു ഇക്കോണമി ആണ് ഇന്ത്യ. അതിന്റെ 25% അത് കുറഞ്ഞിട്ടുണ്ട്. എവിടേക്കാണ് പോകുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഇനിയും ഇത് പണ്ട് താഴെ പോയിട്ട് വീണ്ടും ഉയർന്നു വന്നില്ലേ എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇൻഡസ്ട്രിയൽ റിസഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്റെ സ്ക്രീനിൽ കാണുന്ന ഒരു മുഖം, ഇപ്പൊ ഇന്ന് രാവിലെ ഏതാണ്ട് 1 കോടി രൂപയുടെ ഒരു ഇഷ്യൂ പറഞ്ഞുള്ളൂ. എന്നുവെച്ചാൽ അവരുടെ കമ്പനി നേരാമണ്ണം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ, എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പോകുന്ന ഒരു കമ്പനി, എല്ലാ തരത്തിലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനി റിസഷൻ കാരണം കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഈ എസെൻഷ്യൽ ഇൻഡസ്ട്രി ആയിട്ടുള്ള ഹെൽത്ത് കെയർ, ഫുഡ്, കൺസ്യൂമർ സ്റ്റേപ്പിൾസ്, അതുപോലെ തന്നെ ബേസിക് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ എക്കണോമിക് ക്രൈസിസിൽ പിടിച്ചു നിൽക്കുക. ബാക്കിയെല്ലാം താഴെ പോകും. ഇവിടെ ഇപ്പോ ഞങ്ങളുടെ നാട്ടിലൊക്കെ പ്രൈവറ്റ് ബസ് ഉടമകളൊക്കെ തന്നെ പൂട്ടിക്കെട്ടാറായി, വണ്ടി ഓടുന്നില്ല. വിമാന കമ്പനികളുടെ അവസ്ഥ ആലോചിച്ചു, ഓടിക്കാതിരുന്നിട്ടെങ്കിൽ അതിന് ഭയങ്കര നഷ്ടമായിരിക്കും, പക്ഷെ ഓടിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ എത്തിപ്പറ്റുന്നത് എന്താ വെച്ചാൽ അൺഎംപ്ലോയ്മെന്റിലേക്കാണ്. അപ്പൊ നമുക്ക് തൊഴിൽ പോകുമ്പോൾ വേറൊരു തൊഴിൽ കിട്ടുമല്ലോ എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. എങ്കിൽ മനസ്സിലാക്കുക, ഇത് പെർമനന്റ് അൺഎംപ്ലോയ്മെന്റ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പെർമനന്റ് അൺഎംപ്ലോയ്മെന്റ്. ഇനി ഈ ബാർട്ടിൻ എന്ന് പറയുന്ന ഇദ്ദേഹം ഷെൽ എന്ന് പറയുന്ന ആ ഓയിൽ കമ്പനിയുടെ തലപ്പത്തെ ആളാണ്. പുള്ളി പറയുന്നതനുസരിച്ച് COVID-19 എന്ന് പറയുന്നത് പീക്ക് ഓയിൽ ആൻഡ് ഗ്യാസിന്റെ, പീക്ക് ഓയിൽ എന്ന് പറയുന്നത് എണ്ണ രംഗത്തെ വേൾഡ് ഇക്കോണമിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ്. അത് വന്ന് ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്. അതിന്റെ ഒറിജിനൽ ആയിട്ട് വരുന്നതിന്റെ ഡ്രസ്റ്റ് റിഹേഴ്സലാണ് ഇതെന്നാണ് പറയുന്നത്. 1994 എനിക്ക് കിട്ടിയ കത്തിലും ഇതേ കാര്യമാണ് പറയുന്നത്. ഓയിൽ പീക്ക് ഓയിൽ എന്നുള്ളത്, ആ ഓയിൽ പീക്കിലേക്ക് എത്തുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. അതിനെ അതിജീവിക്കണമെങ്കിൽ എന്ത് വേണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, എന്താണെങ്കിലും പൊളിറ്റിക്കൽ സിനേറിയോ കൂടെ ഈ കൊറോണയുടെ അവസ്ഥയിൽ നിങ്ങളത് കാണണം. ഞാൻ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള പ്രാമുഖങ്ങളാണ് ഈ പറയുന്നതൊക്കെ. ഓക്കെ, പൊളിറ്റിക്കൽ സിനേറിയോ എന്ന് പറയുമ്പോൾ ഇതിന്റെ പുറകിൽ കൃത്യമായിട്ട് രാഷ്ട്രീയമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ രാഷ്ട്രീയം എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയമല്ല. നമ്മുടെ നാട്ടിൽ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ BJP ഒക്കെ ഉണ്ടാക്കുന്ന രാഷ്ട്രീയമല്ല. പിണറായി വിജയനോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ ഉണ്ടാക്കുന്ന രാഷ്ട്രീയമല്ല. ഇത് വേൾഡ് പൊളിറ്റിക്സ് ആണ്. ആ വേൾഡ് പൊളിറ്റിക്സിനനുസരിച്ചുള്ള പ്രോട്ടോകോളുകളുണ്ട്, അതിന്റെ ട്രീറ്റീസ് ഉണ്ട്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്നുള്ളത്, ഗാട്ട് അഗ്രിമെന്റിനെ കുറിച്ച്. അത് പിന്നീട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനായിട്ട് മാറിയ കഥയൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. അന്നൊക്കെ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരെ നമ്മുടെ ഇവിടെ ശബ്ദം ഉയർന്നപ്പോൾ ഒരുപാട് പേര് വികസന വിരുദ്ധരെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരെ കുറ്റം പറഞ്ഞതാണ്, ഞങ്ങളെയൊക്കെ കുറ്റം പറഞ്ഞതാണ്. അതിന്റെയൊക്കെ തുടർച്ചയാണ് ഈ സംഭവം വരുന്നത്. ഇവിടെ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ അതിന്റെ തുടർച്ചയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഗേറ്റ്സ്, ഇവരൊക്കെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഈ മുമ്പേ പറഞ്ഞ ഈ പീക്ക് ഓയിൽ എന്ന് പറയുന്നത് ഡ്രസ് റിഹേഴ്സൽ ആണെന്ന് പറഞ്ഞല്ലോ. അത് ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ അനുസരിക്കാൻ നിർബന്ധിക്കപ്പെട്ടവരാണ്, ബാധ്യതപ്പെട്ടവരാണ്. ഇതൊരു ഓട്ടോമേറ്റഡ് പ്രോഗ്രാമാണ്. നമ്മൾ ആര് വിചാരിച്ചാലും നിൽക്കില്ല. ആര് വിചാരിച്ചാലും നിൽക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മന്ത്രിസഭ വിചാരിച്ചാൽ നിൽക്കില്ല, നമ്മുടെ കേന്ദ്രമന്ത്രിസഭ വിചാരിച്ചാൽ നിൽക്കില്ല. അവരാരെങ്കിലും അല്ല ഇതിന്റെ തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ആരും പഴിക്കേണ്ട കാര്യമില്ല. ഇതൊരു സംവിധാനമാണ്, ഇതൊരു ഓട്ടോമേറ്റഡ് പ്രോഗ്രാമാണ്. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഇത് ഒരു പുതിയ ലോക വ്യവസ്ഥയെ, ഒരു പുതിയ ലോക നിയന്ത്രണ വ്യവസ്ഥയെ, ഒരു പുതിയ ലോകക്രമത്തെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നവർ, ആരെങ്കിലും പറയുന്നത് കേട്ട് പഠിക്കുന്നവരല്ല. ഇതിന്റെ അക്കമിട്ട് ഇതിന്റെ ഓരോ കാര്യങ്ങൾ എഴുതിയും എണ്ണിയും പഠിക്കുന്നവർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമ്മൾ അത് എന്തിനകത്ത് ഒരു പശ്ചാത്തലം എന്ന രീതിയിലാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. നിങ്ങൾ ഈ പ്രോഗ്രാമിന് വരാൻ കാരണമാകുന്നത് ഒരു പക്ഷേ ഈ ഒരു ചിത്രം കണ്ടിട്ടായിരിക്കും. ഒരു അച്ഛനും
അമ്മയും കൂടെ തന്റെ 2 കുഞ്ഞുങ്ങളുമായിട്ട് പലായനം ചെയ്യുന്നതാണ്. ഓക്കെ, എന്താണെങ്കിലും ഈ ഒരു കൊറോണ കൊണ്ട് നമുക്കുണ്ടാവുന്ന വെച്ചാൽ നിർബന്ധിക്കപ്പെട്ടിട്ടുള്ള വാക്സിനും യാത്രാ തടസ്സവും അതുപോലെ സ്ഥിരമായിട്ടുള്ള തൊഴിലില്ലായ്കയും റിവേഴ്സ് മൈഗ്രേഷൻ, നമ്മളിപ്പോ നഗരങ്ങളിലേക്ക് നമ്മൾ ചേക്കേറിയെങ്കിൽ തിരിച്ച് നഗരത്തിൽ നിന്ന് ഗ്രാമത്തിലേക്കും നമ്മുടെ പൈതൃക കാര്യങ്ങളിലേക്കും കടന്നു പോകുന്ന ഒരവസ്ഥ, റിവേഴ്സ് മൈഗ്രേഷനിലേക്കാണ് ഉടനടി നമ്മൾ ഉണ്ടാക്കുന്നത്. ഫുഡ് സ്കാർസിറ്റി തൊട്ട് മുമ്പിലുണ്ട്, ഭക്ഷ്യക്ഷാമം എന്ന് പറയുന്നത് നേരെ മുമ്പിലുണ്ട്. അതിലും വലുതാണ് സൈക്കോളജിക്കൽ ഡിപ്രഷൻ. ഇപ്പൊ തന്നെ ഒരുപാട് പേർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ ഡിപ്രഷൻ എന്നുള്ളത് വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ട് വരുന്നത് ഉപരോധങ്ങൾ, പലതരം ഉപരോധങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നു ചേരുന്നുണ്ട്. ഈ പോപ്പുലേഷൻ, അതുപോലെ തന്നെ ഈ എന്താ പറയാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് കൺട്രോൾ ചെയ്യപ്പെടുന്ന സോഷ്യൽ ലൈഫ്, ആഭ്യന്തര യുദ്ധം, അതുപോലെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന നിയമങ്ങൾ, നമ്മളെ നിർബന്ധിതമായിട്ട് പലരുടെയും പറഞ്ഞു വിടുന്ന കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഇതൊക്കെ എന്ത് തന്നെ വന്നാലും, ഇത് ശരിയോ തെറ്റോ, ഇതെങ്ങനെയൊക്കെ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് അന്വേഷണം. ഇതിലേക്കൊക്കെ നമ്മൾ എത്തിച്ചത് എന്താണെന്ന് കൂടെ ഞാനത് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോവാം. നമ്മളെ ഇതിലേക്ക് എത്തിച്ചത് നമ്മുടെ വിദ്യാഭ്യാസം. നമുക്ക് പണമുണ്ടാക്കാനാണ് താല്പര്യം, പണമുണ്ടാക്കിയിട്ട് പൊരുൾ നേടാനാണ് താല്പര്യം, ജോലിക്ക് പോകാൻ താല്പര്യമുണ്ട്. ജോലി നമുക്ക് ഇഷ്ടമുള്ള ജോലി, നമുക്ക് അറിയുന്ന ജോലിയല്ല. നമ്മളൊരു കാര്യത്തിന് എന്തെങ്കിലും പണം ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിക്ക് പോകണം, അതിനുവേണ്ടി നമ്മൾ ഏതെങ്കിലും തരത്തിൽ കുറച്ച് വേഷം കെട്ടണം എന്നുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് സായിപ്പ് പഠിപ്പിച്ച് 100-200 കൊല്ലമായിട്ട് നമ്മുടെ തലയിൽ പതുക്കെ കയറ്റി തന്ന് കഴിഞ്ഞ കുറച്ച് 10-80 വർഷമായിട്ട് ഇന്ത്യയെ മുഴുവൻ വഴി തിരിച്ചു വിട്ട് യു-ടേണോ സ്പ്രിംഗ് ടേണോ ഒക്കെ ആയിട്ട് നമ്മളെ മാറ്റിക്കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് എഡ്യൂക്കേഷൻ. അതുകൊണ്ട് തന്നെ ഈ കൊറോണ ബാധിച്ചത് ഏറെക്കുറെ അത് ബാധിച്ചിട്ടുള്ളത് വിദ്യാസമ്പന്നരെയാണ്, വിദ്യാഭ്യാസം ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തെ ഡ്രൈവ് ചെയ്തവരെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വഴിയിലേക്ക് തിരിച്ച സാധനം വിദ്യാഭ്യാസം. പിന്നെന്ന് വെച്ചാൽ റിനൻസിയേഷനാണ്. അതായത് നമ്മളെ എന്തിനൊക്കെ നമ്മുടെ റൂട്ടുകളെ, നമ്മുടെ നാട്ടറിവുകളെ നമ്മൾ എത്രത്തോളം ത്യജിച്ചിട്ടുണ്ടോ, അതുകൊണ്ടാണ് നമുക്കിത് ഉണ്ടായി വന്നത്. ആ ത്യാഗത്തിന് കാരണമാകുന്ന ഒരുപാട് പശ്ചാത്തലങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളെ കൊതിപ്പിക്കുന്ന തൊഴിലുകൾ, നമ്മളെ കൊതിപ്പിക്കുന്ന വീടുകൾ, നമ്മളെ കൊതിപ്പിക്കുന്ന മായിക സൗകര്യങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ, ഭക്ഷ്യ സംവിധാനങ്ങൾ, ഇതെല്ലാം നമ്മളെ കൊതിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് നമ്മൾ നമ്മുടെ പൈതൃക സംവിധാനത്തെ ഉപേക്ഷിച്ച് വന്നത് തന്നെയാണ് ഇതിന് കാരണമായിട്ടുള്ളത്. പിന്നെ നമ്മളെല്ലാവരും തന്നെ അഭിരമിച്ചത് നമ്മുടെ സൗകര്യങ്ങൾ കൂട്ടാനായിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ എന്നുള്ളതാണ്. അതുപോലെ സ്റ്റാൻഡേർഡൈസേഷൻ, എല്ലാം പൊതുവായിട്ട് അമേരിക്കയിലുള്ളവനും ഇവിടെ പാലക്കാടൻ ചൂടിൽ നിൽക്കുന്നവനും ഒരേ തരം ഡ്രസ് ഇടുന്ന സ്റ്റാൻഡേർഡൈസേഷനാണ് നമുക്കുള്ളത്. എല്ലാം ഒരു പൊതുവായിട്ടുള്ള ഒരു ആഗോള സംവിധാനത്തിലേക്ക് പോകുന്ന രീതിയിലാണ്. നമ്മളങ്ങനെ ആഗോള പൗരന്മാരാകാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് എത്തിപ്പറ്റിയത് ഇവിടെയാണെന്ന് കൂടെ മനസ്സിലാക്കണം. എല്ലാവർക്കും എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഇതിന്റെ കാരണങ്ങളും ഇതിന്റെ റിസൾട്ടുകളും കൂടെ മനസ്സിലാക്കുക. നമുക്ക് നമ്മുടെ ജന്മസിദ്ധമായി കിട്ടിയ ആ ഒരു അല്ലെങ്കിൽ പാരമ്പര്യമായി കിട്ടിയ വിസ്ഡം ഉണ്ടല്ലോ, ആ വിജ്ഞാനം എന്ന് പറയുന്നത് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ മനസ്സ് മൊബൈൽ വഴിയും മാധ്യമങ്ങൾ വഴിയും എഞ്ചിനീയർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ ചുറ്റുപാടുകൾ റീപ്രോഗ്രാം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. സാമൂഹ്യമായ സ്വാധീനം നമ്മളെ വല്ലാതെ കൊണ്ടുപോകണം. നമുക്കെന്ത് ചെയ്യണം എന്നുള്ളതിനേക്കാളും കൂടുതൽ മറ്റുള്ളവരെന്ത് പറയുന്നുള്ളതിന് വേണ്ടി ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പരാശ്രയത്വം, നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നത് ഞാൻ പണമുണ്ടാക്കുന്നു, ഞാൻ കടയിൽ പോയി സാധനം വായിക്കുന്നു, ഞാൻ വേറെ ആശ്രയിക്കുന്നില്ല എന്നാണ്. സത്യത്തിൽ നമുക്ക് സ്വാശ്രയത്വം ഇല്ലാതായി എന്നുള്ളത് മനസ്സിലാകുന്നില്ല ആർക്കും. നമ്മൾ പൂർണ്ണമായിട്ടും പരാശ്രിതരാണ്. ആരെങ്കിലും എറിഞ്ഞു തരുന്ന അപ്പക്കഷ്ണത്തിന്റെ പുറകെ നടക്കാൻ മാത്രം പഠിച്ചിട്ടുള്ളവരാണ് നമ്മുടെ ഇന്നത്തെ ജനത. ഞാൻ പറയുന്നതിൽ ഈ കർഷകരോ അങ്ങനെയുള്ളവരൊക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടെന്ന് വെച്ചാൽ അവർ മനസ്സിലാക്കുക, നിങ്ങളെ മാത്രം ഉദ്ദേശിച്ച് എനിക്ക് വാക്ക് മാറ്റി പറയാൻ കഴിയില്ല. കാരണം ഭൂരിഭാഗത്തെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഭൂരിഭാഗം അങ്ങനെയാണ് പോകുന്നത്, ഡിപ്പെൻഡൻസിലൂടെയാണ് പോകുന്നത്. അതുപോലെ ഒരു വ്യക്തിപരതയിലൂടെ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് കൈകോർക്കുക എന്നുള്ള അവസ്ഥ നമുക്ക് യാദർച്ഛികമായിട്ട് നഷ്ടമായതല്ല. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഭാഗമായിട്ട് അവർ ബോധപൂർവം പ്രോഗ്രാം ചെയ്തതാണ്. അതിന്റെ ഭാഗമായിട്ട് ഇൻഡിവിജ്വലിസം നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്തത്. ഇപ്പൊ ഭാര്യയ്ക്കും ഭർത്താവിനും തന്നെ വ്യക്തിപരതയാണ്, അവരുടെ ചിന്തകൾക്ക് തന്നെ വ്യക്തിപരതയാണ്. ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ബോധവും ബുദ്ധിയും രണ്ട് വഴിക്കാണ് പോകുന്നത്. ആ രൂപത്തിലേക്ക് വ്യക്തിപരത നമ്മളെ റൂൾ ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം ഈ കഴിഞ്ഞ ഈ കൊറോണാനന്തര ലോകത്തിന് കാരണമായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അറിവില്ലായ്മ, വിവരക്കേട് എന്ന് പച്ച മലയാളത്തിൽ പറയും. വിവരക്കേടും നമ്മളെ ഇതിനൊക്കെ കാരണമാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ കാരണമാകുന്നത് ഈ ഊതിവെറുപ്പിക്കപ്പെട്ട എന്തോ ഒരു സാധനമാണ് വലുത് എന്ന് കരുതി നമ്മൾ ജീവിച്ചതാണ്. നമ്മൾ അങ്ങനെയാണോ ജീവിച്ചത് വെച്ചാൽ ഞാൻ അങ്ങനെയല്ല. എന്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ച പോലെ ഞാൻ ജീവിച്ചത് പറയുകയാണെങ്കിൽ അച്ഛനും അമ്മയും അങ്ങനെയാണ് ജീവിച്ചത്.
കഴിഞ്ഞ ഒരു 150-200 വർഷമായിട്ട് അവരങ്ങനെയാണ് ജീവിച്ചു പോരുന്നത്. അതിന്റെ തുടർച്ചയാണ് നമ്മൾ ഏറ്റെടുത്ത് കുറച്ചുകൂടെ വലുതാക്കും. അടുത്ത ഇപ്പൊ ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്ക് കുടിപ്പള്ളിക്കൂടത്തിലേ പോയിട്ടുള്ളൂ എന്നിരിക്കുക. അപ്പൊ എന്റെ മുത്തശ്ശനൊക്കെ അതിന് എന്റെ അച്ഛനും അമ്മയൊക്കെ അപ്പൊ സാധാരണ സ്കൂളിൽ പോയി. അപ്പൊ ഞാൻ എന്തെന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടെ വലിയൊരു സ്കൂളിൽ പോയി. എന്റെ മക്കളെ എന്താ വെച്ചാൽ അതിലും വലിയ സ്കൂളിൽ വിടുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ ഊതി വീർപ്പിച്ച് കൊണ്ടുപോകണം. ആ കൊണ്ടുപോകുന്ന ആ ഒരു മൈൻഡ് സെറ്റിനെയാണ്, ഒരു ജീവിതക്രമത്തെയാണ് കൺസ്യൂമറിസം അഥവാ ഉപഭോഗ സംസ്കാരം എന്ന് പറയുന്നത്. ഉപഭോഗ സംസ്കാരത്തെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. എനിക്ക് ഇവിടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇത്രയാണ്. ഈ മാർക്കറ്റ് ബേസ്ഡ് ഇക്കോണമിയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. അതിനെ കൺട്രോൾ ചെയ്ത് അതോറിറ്റേറിയൻ എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടുന്നതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന വിദ്യാഭ്യാസം. അതിനും അപ്പുറത്തേക്ക് ശരികളുണ്ടെന്നോ അതിനപ്പുറത്താണ് ശരി നിൽക്കുന്നതെന്നോ മനസ്സിലാക്കാത്ത വിദ്യാഭ്യാസം, അതാണ് അതോറിറ്റേറിയൻ എഡ്യൂക്കേഷൻ. പിന്നെ നമ്മുടെ ഈ സംവിധാനത്തെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് കാർബൺ ബേസ്ഡ് ഇക്കോണമിയാണ്. അതായത് എണ്ണയിൽ അധിഷ്ഠിതമായിട്ടുള്ള ക്രൂഡ് ഓയിലിന്റെ വിലയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഇക്കോണമിയിലാണ് നമ്മൾ പോകുന്നത്. ക്രൂഡ് ഓയിലും ഞാനും തമ്മിൽ എന്ത് ബന്ധം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടവും ഓരോ കാര്യവും, നിങ്ങൾക്ക് ആധാർ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ടാക്സ് കൊടുക്കാനൊരു സംവിധാനം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും തരത്തിൽ പണം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാർബൺ ബേസ്ഡ് ഇക്കോണമിയെ യൂസ് ചെയ്യുന്നുണ്ട്. അതുവഴിയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. ഇതെല്ലാം കൺസ്യൂമറിസത്തിന്റെ ഭാഗമാണ്. പാക്കറ്റൈസ്ഡ് ആയിട്ട് ഡിപ്പെൻഡൻസ്, നമ്മുടെ ആശ്രയത്വം, നമ്മൾ അതിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു. അഭിപ്രായങ്ങൾക്ക് നമ്മൾ ആരെങ്കിലും ആശ്രയിക്കുന്നു. നമുക്കിപ്പോൾ നമ്മുടെ അഭിപ്രായത്തെ ആശ്രയിക്കുന്നത് ഗൂഗിളിനെയാണ്. നമ്മുടെ ജ്ഞാനത്തെ ആശ്രയിക്കുന്നു, നമ്മുടെ ആരോഗ്യത്തെ ആശ്രയിക്കുന്നു, നമ്മുടെ വിഭവങ്ങൾക്ക് നമ്മൾ ആശ്രയിക്കുന്നു, നമ്മുടെ കെട്ടിട നിർമ്മാണത്തിന്, നമ്മുടെ ജീവിതത്തിലെ ഏത് കാര്യത്തിനും, പൊതുവിതരണ സംവിധാനത്തിനും മുഴുവൻ നമ്മൾ ആരെങ്കിലും ആശ്രയിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു നിലനിൽപ്പ് തകരാറിലായ ഒരു ജനതയാണ്. നമുക്ക് ജീവിതത്തിൽ ഗ്യാരണ്ടി ഇല്ല, ആരോഗ്യത്തിന് ഗ്യാരണ്ടി ഇല്ല, വിഭവങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ല, നോളജിന് ഗ്യാരണ്ടി ഇല്ല, സെക്യൂരിറ്റി ഗ്യാരണ്ടി ഇല്ല, ജനറേഷൻസിന് ഗ്യാരണ്ടി ഇല്ല. ഇനിയാണ് ഞാൻ വിഷയത്തിലേക്ക് കയറുന്നത്. ഇത് ഇത്രയും പറഞ്ഞ കാര്യങ്ങളുടെ ചില നൈയാമികമായ കാര്യങ്ങളെ കുറിച്ച് മാത്രമായിരിക്കും നിങ്ങൾക്ക് അറിയാത്തത്. പക്ഷെ നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ പ്രോഗ്രാമിന് വന്നത്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. ഞങ്ങൾക്ക് അറിയാവുന്ന ഒരേ ഒരു പരിഹാരം സ്വാശ്രയത്വമുള്ള പ്രകൃതി കേന്ദ്രിതമായ കൂട്ടായ ജീവിതമാണ്. ഐ റിപ്പീറ്റ്, ഞങ്ങൾക്കറിയാവുന്ന മറ്റൊരു റെമഡി ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്, എന്ന് വെച്ചാൽ കഴിഞ്ഞ ഏതാണ്ട് 30ഓളം വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ തന്നെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ജീവിക്കുന്ന ആളുകളുടെ ഒപ്പം അവര് നമ്മുടെ ഗുരുകുലത്തിൽ വരുന്നു. ഞാനൊരു ഗുരുകുലത്തിലാണ് താമസിക്കുന്നത്. ഗുരുകുലത്തിൽ വരുന്നു, നമ്മൾ അതുപോലുള്ള കേന്ദ്രങ്ങളിൽ പോകുന്നു. അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള സംവേദനത്തിലൂടെയാണ് ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി എന്തൊക്കെ പരിഹാരങ്ങൾ ആരൊക്കെ അന്വേഷിക്കുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ച് ആപേക്ഷികമായി മെച്ചപ്പെട്ട ഒരു ബോധ്യം എനിക്കുണ്ട്. അത് വെച്ചിട്ട് എനിക്കറിയാവുന്ന കാര്യം, മറ്റൊരു നല്ല വഴി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഞങ്ങളെ പറഞ്ഞ് പരിചയപ്പെടുത്തണം. ഞങ്ങൾക്കറിയാവുന്ന വഴി ഇതാണ്. ഇക്കോ വില്ലേജാണ് ഒരേ ഒരു വഴി. ഇക്കോ വില്ലേജ് എന്ന് പറയുന്നത് ഒരു സ്വാശ്രയ ജീവിത സംവിധാനമാണ്, കൂട്ടായ ജീവിത സംവിധാനമാണ്, പ്രകൃതി കേന്ദ്രിതമായിട്ടുള്ള ജീവിത സംവിധാനമാണ്. അതാണ് ദ ഓൺലി പോസിബിൾ വേ, സാധ്യമായ വഴി. സാധ്യം അല്ലാത്ത വേറെ ചില സ്വപ്നങ്ങളൊക്കെ നമുക്ക് കണ്ടേക്കാം. ഇത് സാധ്യമാകുന്ന വഴിയാണ്, നടപ്പിലാകുന്നതാണ്. ഏതാണ്ട് 1963 മുതൽ ലോകമെമ്പാടും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. 2500-ലധികം ഇക്കോ വില്ലേജുകൾ ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. അതിൽ ഏറ്റവും കുറവ് ഇന്ത്യയിലാണ്, പക്ഷെ ഏറ്റവും വലുതും ഇന്ത്യയിലാണ്. അതും ഇന്ത്യക്കാരല്ല ഉണ്ടാക്കിയത്, അതൊരു ഫ്രഞ്ച് വനിത പോണ്ടിച്ചേരി ഉണ്ടാക്കിയ അരബിന്ദോ ആശ്രമത്തോട് ചേർന്ന് ഉണ്ടാക്കിയ ഓറോവില്ലയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംവിധാനം. അതിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അത് ഇന്ത്യൻ ഗവൺമെന്റ് ഈ ഫൗണ്ടേഷനും കൂടെ ചേർത്തിട്ടാണ് നടത്തുന്നത്. അതിന്റെ സാധ്യത നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഗവൺമെന്റ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ഓറോബിൽ ഫൗണ്ടേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമത്തിന്റെ പിന്നണിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യം ഇന്ത്യയിൽ എവിടെ നടപ്പിലാക്കാൻ കഴിയും. ഇന്ത്യൻ ഗവൺമെന്റ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന കാര്യം നമുക്ക് വളരെ വലിയൊരു സാധ്യതയാണ്. നമ്മുടെ ഈ ഒരു ഇക്കോ വില്ലേജിന്റെ പേര് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പരിഹാരം ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ തന്നെ പറയാം. നിങ്ങളും ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടും എന്നുള്ള പ്രതീക്ഷയിൽ ഗ്രീൻ ക്രോസ് എന്നാണ് പറയുക. ഗ്രീൻ ക്രോസ് ഇക്കോ വില്ലേജ് എന്നാണ് പറയുക. അത് നിയോ ട്രൈബ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ വഴിയാണ് നടപ്പിലാകുന്നത്. ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന പലരും നിയോ ട്രൈബ്സ് ആണ്. നിയോ ട്രൈബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോത്രത്തിന്റെ രീതി എന്താ, എന്റേത് എന്ന് പറയുന്നതിനേക്കാളും എനിക്കുള്ളതും കൂടെ നിന്റേത് എന്ന് കരുതുന്നതാണ്. ഇവിടെ നമ്മൾ നിനക്ക് ഞാനുണ്ട് എന്ന് പറയുന്ന മനോഭാവമുള്ളവരാണ്. ഇപ്പൊ നേരത്തെ സംസാരിച്ച നർഗീസ് ടീച്ചർ എപ്പോഴും പറയാറുണ്ട്, ഈ ഒളിമ്പസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്, ടീച്ചറെ ആകർഷിച്ചത് അതാണത്രേ, നിനക്ക് ഞാനുണ്ട് എന്നുള്ള ആ സ്ലോഗൻ.
നിനക്ക് ഞാനുണ്ട് എന്നുള്ള ഭാവത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെയുള്ളവർ ചേർന്നിട്ടാണ് ഈ ഗ്രാമങ്ങൾ ഉണ്ടാക്കേണ്ടത്. പിന്നെ ഇതിന്റെ റിലവൻസിനെ കുറിച്ച് പറയുന്ന ഒരു വശമുണ്ട്. അത് വിനോദ് കൃഷ്ണൻ മാഷിന്റെ ഒരു ക്ലാസ് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം നിങ്ങൾ ആരെങ്കിലും അത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് ആ ലിങ്ക് അയച്ചു തരും. ഓക്കെ, അത് നിങ്ങൾ കാണുക. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരം ഇക്കോ വില്ലേജിന്റെ റിലവൻസ് എന്താണ്, അതിന്റെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം എന്തെന്നുള്ളത് ആ പ്രോഗ്രാമിലുണ്ട്. അത് കഴിഞ്ഞ 2016 മറ്റോ നടന്ന ഒരു ഫെലോഷിപ്പ് പ്രോഗ്രാമിൽ നമ്മൾ നെല്ലിയാമ്പതിയിൽ വെച്ച് എടുത്തൊരു സെഷന്റെ വീഡിയോ ക്ലിപ്പാണ്. അത് നിങ്ങൾ കാണുക. ഓക്കെ, ഞാൻ തുടർന്ന് കാര്യങ്ങളിലേക്ക് കിടക്കട്ടെ. എന്താണ് ഇക്കോ വില്ലേജ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ കമ്മ്യൂണിറ്റി കൂട്ടമായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നമുക്ക് പോയിട്ട് ഈ മുമ്പ് പറഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഈ പരിപാടിയിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പോകാട്ടോ. എനിക്ക് യാതൊരു വിരോധമില്ല. പക്ഷെ ഇത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയാവുന്ന ഒരേ ഒരു പരിഹാരം ഇതാണ്. ഞാനും എന്റെ കെട്ടിയോളും പിന്നെ മറ്റേ തട്ടാനും എന്തിനാന്ന് വെച്ചാൽ ഈ എന്റെ കെട്ടിയോളെ ഇടയ്ക്കിടയ്ക്ക് കമ്മൽ വേണം, മൂക്കൂത്തി വേണം എന്ന് പറയുമ്പോൾ അത് മാറ്റി പണിത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊല്ലല്ല തട്ടാൻ. അപ്പൊ ഞാനും എന്റെ കെട്ടിയോളും പിന്നെ തട്ടാനും മാത്രം ഈ ലോകത്ത് മതി എന്ന് പറയുന്ന ആളുകൾക്ക് കമ്മ്യൂണിറ്റിയുടെ ആവശ്യം ഉണ്ടാവില്ല. അവർക്ക് ഏത് വഴിയും പോവാം. ഞങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെയല്ല, നമ്മൾ എല്ലാവരും കൂടെ ചേർന്നാൽ ഇത് പൂർണ്ണമാവുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് കമ്മ്യൂണിറ്റി കേന്ദ്രീകൃതമായിട്ടുള്ള ജീവിതമായിരിക്കും, മൂല്യങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതമായിരിക്കും. ഇപ്പോ ഈയിടെ 2 ദിവസം മുമ്പ് നമ്മുടെ ഗ്രൂപ്പില് ഏതൊരു ഗ്രൂപ്പിൽ ഞാൻ കണ്ടിരുന്നു, ഒരാള് ക്വാറന്റൈനിൽ ഇരിക്കുകയാണ്. അപ്പൊ അയാൾ എന്തോ ഒരു സംഭവം വേണമെന്ന് വെള്ളം എടുക്കാനോ മറ്റോ താഴെ വന്ന സമയത്ത് കാല് ഇടറി താഴെ വീണപ്പോ അയാളെ ആശുപത്രിയിലേക്ക് വീട്ടിൽ കാറൊക്കെ ഉണ്ടിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കൊറോണ പേടിച്ചിട്ട് വീട്ടുകാരും അടുത്തേക്ക് പോയില്ല. അയാൾ അവിടെ കിടന്നു ചേർത്തു. എന്നാ ആലോചിച്ച് നോക്ക് ആ അവസ്ഥ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ആളുകൾ, മരിച്ച ആളിന്റെ പ്രിയപ്പെട്ട ആളുകളാണ് വീട്ടിലുള്ളത്. അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോ ഇവർ എന്തിനാണ് വാല്യൂ കൊടുക്കുന്നത്? കൊറോണയ്ക്കോ? അപ്പോൾ വാല്യൂവിൽ അധിഷ്ഠിതമായിട്ടൊരു ജീവിതമായിരിക്കും ഈ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയുടേതായിരിക്കും പ്രോപ്പർട്ടി. എനിക്ക് വേണം എന്ന് പറയുമ്പോഴാണല്ലോ നമ്മൾ വലുതായിട്ട് പൊക്കുന്നത്. ഒരാൾക്ക് ജീവിക്കാൻ 10,000 ആളുകളുടെ പ്രോപ്പർട്ടി ഉണ്ടാക്കി വെക്കലാണോ നമ്മുടെ രീതി? അതിനു പകരം ചുരുങ്ങിയ പ്രോപ്പർട്ടിയിൽ കൂടുതൽ പേര് ജീവിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കുന്നത്, ഈ കമ്മ്യൂണിറ്റിയിൽ ഇക്കോ വില്ലേജിൽ ഉണ്ടാക്കുന്നത്. ഇനി അഥവാ നിങ്ങളെങ്ങാനും അതിനെ റെസിസ്റ്റ് ചെയ്തിട്ട് ഇതൊന്നും പറ്റില്ല, എനിക്ക് ഇക്കോ വില്ലേജ് വേണ്ട എന്ന് പറഞ്ഞ് പുറത്ത് നിങ്ങൾ താമസിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, ഇപ്പോൾ വന്നിരിക്കുന്ന സിസ്റ്റം പണ്ടൊരിക്കൽ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ കൊറോണ കൊണ്ടുവന്ന സിസ്റ്റം പണ്ടൊരിക്കൽ വേറൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരാണ് ഭൂപരിഷ്കരണ നിയമം. പ്രൊക്യൂർമെന്റ് എന്നൊക്കെ പറയുന്നത് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ വഴിക്കൊക്കെ പഠിച്ചു പോവാണെങ്കിൽ മനസ്സിലാവും. ഇതുപോലെ സാധനം അടുത്ത് വരുന്ന സമയത്ത് ഉള്ള സ്വത്തങ്ങ് പോയി കിട്ടും. അതിനൊക്കെ നല്ലത് പൊതു സ്വത്തിൽ നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും ഉചിതമായിരിക്കും. ഓക്കെ, പിന്നെ കമ്മ്യൂണിറ്റി ഫാമിംഗ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അതും ഇതേപോലെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഗ്രൂപ്പായിട്ടുള്ള ഫാം ചെയ്യുക, ഗ്രൂപ്പായിട്ട് കുക്ക് ചെയ്യുക, കമ്മ്യൂണിറ്റി കുക്കിംഗ്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ എന്നുള്ളത് ഏറ്റവും ലേറ്റ് ആയിട്ടുള്ള, ഏറ്റവും ലളിതമായിട്ടുള്ള, ഭൂമിക്ക് പരിസരത്തിന് മനുഷ്യർക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പോ ഉപയോഗത്തിന്റെ സമയത്തോ ഉപയോഗിച്ചതിന് ശേഷമോ ഇമ്പാക്റ്റുകൾ കുറയ്ക്കുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ. ജീവിതത്തെ പച്ചയ്ക്ക് മനസ്സിലാകുന്ന, ജീവിതത്തെ സമ്പൂർണ്ണമായിട്ട് മനസ്സിലാകുന്ന, സകലിതമായി മനസ്സിലാകുന്ന, സമ്പൂർണ്ണം എന്ന് പറയുന്നത് ഞാൻ എല്ലാം മനസ്സിലാക്കുന്ന അർത്ഥത്തിലല്ല, സമഗ്രമായി മനസ്സിലാക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരിക്കണം അവിടെ ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനും അതുപോലെ കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കണം ഉണ്ടാകേണ്ടത്. ഇതാണ് ഇക്കോ വില്ലേജിന്റെ ഒരു സാധാരണ രീതി. അതിന് നമ്മൾ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുണ്ട്. എന്തല്ല ഇക്കോ വില്ലേജ് എന്ന് കൂടെ മനസ്സിലാക്കണം. ഇക്കോ വില്ലേജ് എന്ന് പറയുന്നത് ഒരിക്കലും ഓർഗാനിക് ഫാമിംഗ് അല്ല, പ്രകൃതി കൃഷി ചെയ്യലല്ല ഇക്കോ വില്ലേജ് എന്ന് പറയുന്നത്. അവിടെ പ്രകൃതി കൃഷി ഉണ്ടായിരിക്കും എന്നുള്ളത് ശരി, പക്ഷെ പ്രകൃതി കൃഷി ചെയ്യലല്ല ഇക്കോ വില്ലേജ് എന്ന് പറയുന്നത്. ഇക്കോ വില്ലേജ് എന്ന് പറയുന്നത് ഒരു ജീവിത സംസ്കാരമാണ്. അതുകൊണ്ട് ഫാമിങ്ങേ ഇല്ലാത്ത ഇക്കോ വില്ലേജുകളുണ്ട്. ഫാമിങ്ങേ ഇല്ലാത്ത കാരണം അങ്ങനെ ഇപ്പോൾ അർബൻ ഏരിയയിലുള്ളതാണ് അവർക്ക്. പക്ഷെ അവർക്ക് ഫാമിംഗ് എന്ന് വെച്ചാൽ വളരെ ചെറിയ രീതിയിൽ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്നത്. ഫാമിംഗ് അല്ല അതിലെ കാര്യം. ഇക്കോ വില്ലേജ് എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്, ഒരു മനോവ്യവസ്ഥയാണ്. അത് റിബലിയസ് അല്ല. നമ്മൾ ഒന്നിനോട് യുദ്ധം ചെയ്യുന്ന രീതിയല്ല നമ്മുടേത്. കാരണം നമ്മൾ എന്തിനോട് യുദ്ധം ചെയ്യുന്നു അത് ശക്തിപ്പെടുകയും ചെയ്യും, നമ്മൾ അതിലേക്ക് എത്തുകയും ചെയ്യും. നമ്മൾ യുദ്ധം ചെയ്യുന്നില്ല, ഒന്നിനോടും യുദ്ധം ചെയ്യുന്നില്ല. നോൺ റിയാക്റ്റീവ് ആണ്. നമ്മൾ ഒന്നിനോട് റിയാക്ട് ചെയ്യുന്നില്ല, ഒന്നിനോടും പ്രതികരിക്കുന്നില്ല. റിയാക്റ്റീവ് അല്ല എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? പ്രൊവാക്റ്റീവ് ആയിരിക്കുക എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. റിയാക്റ്റീവ് ആവുക അല്ലാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവർത്തിക്കാതിരിക്കുക എന്നൊരു അർത്ഥമുണ്ട്. ഇതല്ല. നമ്മൾ
പ്രൊവാക്റ്റീവ് ആണ്. വരാൻ പോകുന്നതിനെ മുൻകൂർ കണ്ടുകൊണ്ട് മുൻകൂർ പ്രവർത്തിക്കുന്നത്. അപ്പൊ പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ അവിടെ നോക്കി നിൽക്കേണ്ടി വരില്ല. അതാണ് പ്രൊവാക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പലരുടെയും വിചാരം ഇതൊരു പ്രാകൃത രൂപമാണ്, പ്രാകൃത ജീവിതമാണ്. പ്രാകൃത ജീവിതമല്ല, പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ടുള്ള ഒരു ജീവിതം. പിന്നെ സമ്പന്നതയില്ലാത്ത ജീവിതം, വീട്ടിൽ 5-6 കാറില്ലാതെ ഒരു 5000 സ്ക്വയർ ഫീറ്റിലുള്ള വീടില്ലാതെ എങ്ങനെ ജീവിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വീടിന്റെ സൈസ് എന്ന് പറയുന്നത് 126 സ്ക്വയർ ഫീറ്റ് ആണ്. ഒരു അച്ഛനും അമ്മയ്ക്കും 2 കുട്ടികൾക്കും താമസിക്കാവുന്ന വീട് 126 സ്ക്വയർ ഫീറ്റ്. അതേ ആവശ്യമുള്ളൂ എന്നുള്ളതാണ് സത്യം. അത്തരത്തിലുള്ളത്. അതുപോലെ തന്നെ ഈ റിലീജിയസ് ആണ് എന്ന് പലരും ചോദിക്കാറുണ്ട്. നിങ്ങളുടെ ഇക്കോവിലെ എന്ന് പറയുമ്പോൾ റിലീജിയസ് ആണ്. റിലീജിയസ് അല്ല. നമുക്ക് റിലീജിയനുകളോട് വിരോധമൊന്നുമില്ല, പക്ഷെ റിലീജിയസ് അല്ല. പിന്നെ ഒരു ചോദ്യം വരുന്നത് ഓപ്പൺ സെക്സിനുള്ള സ്ഥലമാണോ എന്നുള്ളത്. 2 പേര് മാത്രമുള്ള ഒരു സ്ഥലത്ത് മറ്റേ സെക്സ് എപ്പോഴും ഓപ്പൺ ആയിട്ട് നടക്കാത്തപ്പോ ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ എങ്ങനെയാണ് ഓപ്പൺ സെക്സ് നടക്കുക? അത് പ്രായോഗികമായ കാര്യമല്ല, അതിനുവേണ്ടിയുള്ള സ്ഥലമേ അല്ല ഇത്. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും വിചാരം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് ദയവേത് വരരുത്. പിന്നെ നോൺ മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമ്മൾ ഭൗതികതയിൽ ഊന്നിക്കൊണ്ടല്ല കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഭൗതിക സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും, പക്ഷെ അതിനേക്കാളും കൂടുതൽ നമ്മുടെ ആത്മീയ മനഃശാസ്ത്ര ജ്ഞാനീയ പശ്ചാത്തലം അതിനകത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് കാര്യം. പിന്നെ ലിമിറ്റഡ് ആകുന്ന ഒരു അവസ്ഥയില്ല, നമ്മൾ അൺലിമിറ്റഡ് ആണ്. നമ്മുടെ ശേഷി അൺലിമിറ്റഡ് ആണ്, തോട്ട് അൺലിമിറ്റഡ് ആണ്, നമ്മുടെ ജീവിതം അൺലിമിറ്റഡ് ആണ്. അത് അത്തരത്തിലൊന്നായിരിക്കും നമ്മുടെ ഇക്കോ വില്ലേജ് എന്ന് പറയുന്നത്. ഇക്കോ വില്ലേജിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ, ഒന്ന്, നിലയ്ക്കാത്ത ധനം, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒഴുക്ക്, പണത്തിന്റെ ഒഴുക്ക് നമുക്കുണ്ടാവും. പണം എന്ന് പറയുമ്പോൾ പണം മാത്രമല്ല, വിഭവങ്ങള്, ബന്ധങ്ങള്, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നിലയ്ക്കാതെ അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒഴുകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടിക്കിടക്കുക എന്നല്ല അർത്ഥം കേട്ടോ, നമ്മളെ സംഭരിച്ച് കൂട്ടുക എന്നല്ല. അത് ഒഴുകിക്കൊണ്ടിരിക്കും. നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ ഭംഗിയായി നടന്നു പോയിക്കൊണ്ടിരിക്കും, ഏറ്റവും ഭംഗിയായി നടന്നു പോയിക്കൊണ്ടിരിക്കും. അത് നമ്മൾ കരുതി വെക്കേണ്ട കാര്യമില്ല, കാരണം അതിങ്ങനെ ഒരു ഒഴുക്കാണ്. സ്വാശ്രിത ആരോഗ്യത്തിന് നമ്മൾ അധികം വെളിയിൽ ആരെയും ആശ്രയിക്കേണ്ടി വരില്ല. കാരണം ആരോഗ്യം എന്ത് എന്ന് നമുക്ക് മനസ്സിലാവും, ആരോഗ്യത്തിന്റെ പ്രകൃതി നിയമങ്ങൾ എന്തെന്ന് മനസ്സിലാവും. അത് മനസ്സിലാവുമ്പോൾ അതെങ്ങനെ ഒരു അപകടം ഉണ്ടായി, കൈയും കാലൊക്കെ ഇടിഞ്ഞു പൊടിഞ്ഞുപോയി, നമ്മളൊരു സർജനെ എന്ന് കണ്ട് ഇതൊക്കെ തുന്നിക്കെട്ടി വെക്കണമെങ്കിൽ നമ്മൾ പോകണം. അവിടെ നമ്മൾ മടിപിടിച്ചിരിക്കരുത്. പക്ഷെ സാധാരണ രീതിയിൽ ആരോഗ്യം എന്ന കാര്യത്തിന്, അപകടത്തിന്റെ കാര്യമല്ല, ആരോഗ്യത്തിന്റെ കാര്യത്തിന് നമ്മൾ സ്വാശ്രിത ആരോഗ്യമുള്ളവരായിരിക്കണം. ഭക്ഷണത്തിൽ സൂപ്പർ മാർക്കറ്റിനെ ആശ്രയിക്കുന്ന രീതിക്ക് പകരം പൂർണ്ണമായും ഭക്ഷണം നമ്മുടെ കയ്യിലായിരിക്കണം. അതിർത്തി അടഞ്ഞാലും ലോക്ക്ഡൌൺ തുടർന്നാലും നമ്മളെ ബാധിക്കാത്ത രീതിയിലുള്ള ഭക്ഷണ നിർമ്മാണം അവിടെ ഉണ്ടാവും. ആ ഭക്ഷണം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ഭക്ഷണം ആയിരിക്കണം എന്നില്ല. നല്ല ഭക്ഷണം, ആരോഗ്യത്തിന് ഉതകുന്ന ഭക്ഷണം, ഏറ്റവും ശുദ്ധമായ ഭക്ഷണം, അതായിരിക്കും അവിടെ ഉണ്ടാവും. അതുപോലെ ജീവിത സ്വാതന്ത്ര്യം ഉണ്ടാകുന്ന ഒരിടം, മതാതീതമായ ഒരു കൂട്ടുകുടുംബം എന്നുള്ള രീതിയിലുള്ള, ഗോത്ര ഭരണക്രമമുള്ള, പ്രകൃത്യാത്മീയ സുരക്ഷയുള്ള, പ്രകൃതിയുടെ സാധനകളുള്ള, പ്രകൃതി കേന്ദ്രിതമായ വിദ്യാഭ്യാസമുള്ള, ജ്ഞാനം എന്നത് അനുകമ്പയും ചേർന്നതാണ് എന്ന് ബോധ്യമുള്ള, നിലനിൽക്കുന്ന രീതിയിലുള്ള നിർമ്മാണങ്ങളുള്ള, പ്രകൃതിയിൽ അധിഷ്ഠിതമായിട്ട് സാങ്കേതികതയുള്ള ഒരു ഇടമായിട്ടാണ് നമ്മൾ ഇക്കോ വില്ലേജിനെ മുൻപോട്ട് വെക്കുന്നത്. ഓക്കെ അപ്പോ ഞാനിതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് പ്രകൃതി കേന്ദ്രിതമായ ഒരു വീക്ഷണത്തിൽ ഊന്നിക്കൊണ്ടാണ് ഈ ഒരു സംഭവം വരുന്നത്. അപ്പോൾ നമ്മളുടെ ഇക്കോ വില്ലേജ് എന്ന് പറയുന്നത് ഇവിടെ പാലക്കാട് ജില്ലയിൽ പാടൂരാണ് ഞങ്ങൾ ഇക്കോ വില്ലേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കാണുന്ന ചിത്രമാണ് ഇത്. കണ്ടില്ലേ, നമ്മുടെ ചില പ്രവർത്തകരാണ്. നമ്മുടെ പച്ചയുടെ രാഷ്ട്രീയം എന്നുള്ള മൂവി വീഡിയോ ഷൂട്ട് ചെയ്ത ജസ്റ്റിനാണ് ആ നീല വായമുട്ടുള്ള ആള്. പ്രപഞ്ച ഒളിമ്പ്യാഡ് മുമ്പേ നടക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഇത്തരം ഒരു കമ്മ്യൂണിറ്റിയിലെ ആളുകൾ എല്ലാവരും കൂടെയാണ് നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അവിടെ ഒരു കിണർ പണിതു, ഒരു ടോയ്ലറ്റ് പണിതു, ഇത്ര നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനി അവിടെ ഉണ്ടാകണം. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്തിലേക്കാണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണേ. അവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് ഒന്ന് വെർജിൻ ഫോറസ്റ്റ് ആണ്. വെളിയിൽ നിന്നും 5G ടവർ വന്നു കഴിഞ്ഞാൽ ഭൂലോകം മുഴുവൻ പുകയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നാലും നമ്മളെ അധികമായിട്ട് ബാധിക്കാത്ത രീതിയിലുള്ള വെർജിൻ ഫോറസ്റ്റിന്റെ ഒരു ബെൽറ്റ് നമുക്ക് ചുറ്റുമുണ്ടാകും. അതിന്റെ ഉള്ളില് മറ്റൊരു ജീവിയും ഇവിടെ ജീവിക്കണ്ട. വവ്വാല് വേണ്ട, പക്ഷി വേണ്ട, തക്കാളി വേണ്ട, ഇതൊന്നും വേണ്ട എന്നുള്ള, പനി വരുത്തുന്ന സാധനങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ മാറ്റി വെക്കുന്നതിന് ഇവക്കൊക്കെ ജീവിക്കാൻ പറ്റുന്ന അനിമൽ ഫോറസ്റ്റ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക. അതിനുമകത്ത് നമുക്ക് വേണ്ടുന്ന ഭക്ഷ്യവിഭവങ്ങള്, രാസവളങ്ങളും വെടിക്കോപ്പ് ശാലയിൽ നിന്നും പുറന്തള്ളിയ സാധനങ്ങളെല്ലാം കൊണ്ടിട്ടിട്ട് പുഷ്പിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ കൃഷി രീതികളൊന്നുമില്ലാതെ ശുദ്ധമായ കൃഷി ചെയ്യുന്ന പെർമാകൾച്ചറൽ ഫോറസ്റ്റ് ആണ് അതിനടുത്തുണ്ടാവുക. അതിനും ഉള്ളിലായിട്ടാണ് ഗ്രീൻ കിച്ചൺ, ആരോഗ്യത്തിന് ഗുണകരമാകുന്ന രീതിയിലുള്ള ഭക്ഷണം മാത്രം ഉണ്ടാക്കുന്ന അടുക്കള.
ഗ്രീൻ സ്കൂൾ, കുട്ടികൾക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസ പരിപാടികളും പദ്ധതികളും നമ്മുടെ ക്യാമ്പസിനകത്തും പുറത്തും നടപ്പിലാക്കാൻ വേണ്ടി. ഇപ്പൊ തന്നെ ഇതിനകത്ത് വന്നിട്ടുള്ള പലരും കുട്ടികളുടെ ഭൂമി എന്ന ഗ്രൂപ്പിൽ നിന്ന് വന്നവരായിരിക്കും. കുട്ടികളുടെ ഭൂമി എന്നുള്ളത് നമ്മൾ എല്ലാ ആഴ്ചയും നടത്തി വരുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ലേണിംഗ് പ്രോഗ്രാമാണ്. അവർക്കുള്ള പ്രസന്റേഷനും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു സംവിധാനമാണ്. അത് അമ്മമാര്, നമ്മുടെ മെമ്പർമാരായിട്ടുള്ള അമ്മമാര് ആണ് അത് നടത്തുന്നത്. കുട്ടികൾക്ക് വേണ്ടി അമ്മമാരാൽ നടത്തുന്ന ഒരു പരിപാടിയാണിത്. ഓക്കെ, ഇതൊക്കെ ഗ്രീൻ സ്കൂളിന്റെ ഭാഗമാണ്. ഇക്കോ ഹോമുകൾ നമ്മളിപ്പോ ഒരു ടൈനി ഹോം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഡിസൈനിങ് ഒരു പ്രോഗ്രാമിലാണ് ഇപ്പോ. അടുത്ത് തന്നെ അതിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കും, അതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ ഇക്കോ സ്പിരിച്വൽ പ്രാക്ടീസസ്, പ്രകൃതിയെ എന്ത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പ്രകൃതിയുടെ ആത്മീയതയെ തൊട്ടറിയാൻ കഴിയണം. അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക്, നിങ്ങൾക്കും താല്പര്യമുള്ളവർക്ക് കൂടാം. ഓക്കെ, പിന്നെ നമ്മുടെ ഇതൊരു ഗുരുകുലാണ്. ഇതിപ്പോ തന്നെ ഇവിടെ ഒരു 4-5 പേര് ഇവിടെ ലേണേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പഠനവും ഒക്കെ ആയിട്ട് പോകുന്ന ജീവിതത്തെയാണ് പഠിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ജീവിതക്രമമാണ് നമ്മുടെ ഇക്കോ വില്ലേജിലുള്ളത്. ഓക്കെ, ഞാനൊക്കെ പറഞ്ഞു, ഇതൊക്കെ ഞങ്ങളുടെ കാര്യമാണ് പറഞ്ഞതെന്ന് വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഇതല്ല വഴിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ ശരിയാണോ എന്നുള്ളതൊന്ന് പഠിക്കണം. എന്താണ് അതിന്റെ പശ്ചാത്തലം എന്ന് പഠിക്കണം. ആ പഠനം ആഴത്തിലായിരിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ കൂടണമെങ്കിൽ കൂടാം. അതല്ലെങ്കിലോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വഴി ഉണ്ടാക്കാം. അവിടെയും ഞങ്ങൾ കൂടെ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ പഠിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ പാകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ദർശനം ഉണ്ടാകണം. എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു ദർശനം ഉണ്ടാകണം. അതിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരിക്കണം. അതിനൊരു ഒരു കോൺഷ്യസ് ന്യൂക്ലിയെ ഉണ്ടായിരിക്കണം. ഒരു മുകുരം അവിടെ ഉണ്ടായിരിക്കണം. അത് ഒരു കളക്റ്റീവായിട്ട് മാറണം, ഒരു കൂട്ടമായിട്ട് മാറണം. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല ഈ കാര്യം. അതിന് വേണ്ടുന്ന വിഭവങ്ങൾ ഉണ്ടാവണം, അത് നടപ്പിലാക്കണം. അതിന് ഈ സൈക്കിളിൽ കൂടെ ആവർത്തിച്ച് കടന്നു പോകണം. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് തുടക്കം എന്ന രീതിയിൽ ഞങ്ങളുടെ കൂടെ കൂടുകയും ചെയ്യാം. ഇവിടുത്തെ പഠനം എന്ന് പറയുന്നത് എക്സ്പീരിയൻസിൽ കൂടെയാണ്. ഓക്കെ, അനുഭവത്തിൽ കൂടെയാണ്. അവിടെ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുകളിൽ പങ്കെടുക്കാം. നമ്മുടെ പ്രോഗ്രാമുകളുണ്ട്, പലതരം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാം. ഇപ്പം ഓൺലൈൻ പ്രോഗ്രാമുകൾ മാത്രമാണുള്ളത്. പിന്നെ ഞങ്ങളുടെ ഡെയിലി സാധനകളിൽ പങ്കെടുക്കാം. നിത്യവും രാവിലെയും വൈകിട്ടൊക്കെ നമുക്ക് സാധന, രാവിലെ ഉള്ളത് ഓൺലൈൻ സാധനയാണ്. അതിലൂടെ നമുക്ക് പങ്കെടുക്കാം. അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ കിട്ടും. നമ്മുടെ വോളണ്ടിയർ ആയിട്ട് മാറാം. ഓക്കെ, പിന്നെ ടെമ്പററി മെമ്പർ ആയിട്ട് മാറാം. ഓക്കെ, പെർമനന്റ് ആവാം അതിനുശേഷം. അല്ലെങ്കിലോ ഈ പറഞ്ഞതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ കൂടെ നിന്ന് പഠിച്ചിട്ട് നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങൾ എവിടെയാണോ ജീവിക്കുന്നത്, നിങ്ങളുടെ വീട് എവിടെയാണോ നിൽക്കുന്നത്, അവിടെ നിങ്ങളുടെ അയൽപക്കക്കാരെയുമായി കൂട്ടി നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കാം. അയൽപക്കക്കാരെ കൂട്ടിയിട്ട് എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റുന്നത് കേരളത്തിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം വെച്ചിട്ട് നമുക്ക് അറിയാവുന്നതാണ്. അത് ശ്രമകരമാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യും. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ വഴി ഗ്ലോബൽ ഇക്കോ വില്ലേജ് നെറ്റ്വർക്ക്, സംശയം ഉള്ളവർ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള GEV ഗ്ലോബൽ ഇക്കോ വില്ലേജ് നെറ്റ്വർക്ക് .org എന്നുള്ള വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, അതിന് വേണ്ടുന്ന സപ്പോർട്ട്സ് എല്ലാം ഞങ്ങൾ തരാൻ തയ്യാറാണ്. നിങ്ങൾ എവിടെയെങ്കിലും അത്തരത്തിലുള്ള ഒരു സ്വാശ്രയ സംവിധാനം നിങ്ങളുടേതായ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന സപ്പോർട്ട്, സാമ്പത്തിക സപ്പോർട്ടല്ല, അത് എങ്ങനെ ചെയ്യാം, എവിടെ തുടങ്ങണം, എത്രത്തോളം പോകണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ കഴിയും. ഓക്കെ, പിന്നെ ഇതിൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് നമ്മളൊരു പ്രോഗ്രാം നടത്തിയിരുന്നു, അതിജീവനത്തിന്റെ വിജയമന്ത്രങ്ങൾ എന്നുള്ള രീതിയിൽ. 100ഓളം കുടുംബങ്ങൾ, 600ഓളം വ്യക്തികൾ അതിൽ പങ്കെടുത്തു. ഈ കോഴ്സ് നമ്മൾ ഇത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറച്ച് പേര് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം മുതലാണ് മഴക്യാമ്പുകൾ നടക്കാതെയാണ്. അപ്പൊ മഴക്യാമ്പ് നടക്കാതെ വന്നതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആ പരിസ്ഥിതി ദിനം മുതലുള്ള 14 ദിവസം ഈ കോഴ്സ് സൗജന്യമായിട്ട് നമ്മുടെ ആളുകൾക്ക് വേണ്ടി, ഇത് പരിചയപ്പെടാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി നടത്തുന്നു. ഇത് നിങ്ങൾ ഇരിക്കുന്നിടത്ത് വീട്ടിലിരുന്നു കൊണ്ട് ഇതെന്താ ഇതിന്റെ ബേസ്, നമ്മൾക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ജീവിക്കണമെങ്കിൽ എന്ത് വേണം, തൊഴിൽ എന്നുള്ളത് നഷ്ടമാകുമ്പോൾ എങ്ങനെ ജീവിക്കാം, ഭക്ഷ്യക്ഷാമം ഉണ്ടാകുമ്പോൾ എങ്ങനെ ജീവിക്കാം, ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് കുടുംബത്തോടെ കൂട്ടായി നിന്നിട്ട് എങ്ങനെ അതിജീവിക്കാം, അതിന് ലോകത്ത് അതിജീവനം ചെയ്തിട്ടുള്ള മറ്റേ കൂട്ടങ്ങൾ എങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നത് നിങ്ങൾ ഞങ്ങളോട് ചർച്ച ചെയ്യുക, നമ്മുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകളിൽ കൂടുക, ഈ സർവൈവൽ മന്ത്ര എന്നുള്ള ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക, നിങ്ങളുടെ കുടുംബത്തോടെ പങ്കെടുക്കുക.
നിങ്ങൾക്ക് എത്ര ശതമാനം അത് ചെയ്യാൻ പറ്റുമോ അത്ര ശതമാനം ചെയ്യാം. 100% ചെയ്യാൻ പറ്റിയ 100% റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് 10% ചെയ്യാൻ പറ്റിയ 10% ചെയ്യാൻ റിസൾട്ട് ഉണ്ടാവും. 1% ചെയ്യാൻ പറ്റുന്നതെങ്കിൽ 1% റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. കാരണം ഇത് പ്രായോഗികമായിട്ടുള്ള പരിശീലനമാണ് തരുന്നത്, തിയററ്റിക്കൽ ആയിട്ടുള്ള യാതൊന്നുമില്ല. ഇത് 15,000 രൂപയാണ് ഇതിന്റെ വർത്ത്. നമ്മളൊന്നും വാങ്ങിക്കുന്നില്ല. ഞങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങൾക്ക് ഇത് വല്ലതും കോൺട്രിബ്യൂട്ട് ചെയ്യണം തോന്നുകയാണെങ്കിൽ ദക്ഷിണയായിട്ട് ഇത് കഴിഞ്ഞിട്ട് തരാം. തന്നാലും തന്നില്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമല്ല. നിങ്ങൾ ഇത് പഠിക്കുക. നിങ്ങൾ ഇത് ഞങ്ങളുടെ കൂടെ നിന്നിട്ടോ ഒറ്റയ്ക്ക് നിന്നിട്ടോ നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ കൂട്ടത്തിലോ നിന്നിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക, നടപ്പിലാക്കുക. കാരണം ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് പോലെ നിങ്ങളും അവിടെ ചെയ്താൽ മാത്രമേ നമുക്ക് നിലനിൽക്കാനാവൂ എന്നതാണ് കാര്യം. പിന്നെ ഇതിനു മുമ്പ് ഞാൻ കുറെ സൈദ്ധാന്തികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിൽ എനിക്ക് പറയാവുന്ന മേഖല വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് പറയുന്നത് ഉചിതമല്ല ഈ ഒരു പ്ലാറ്റ്ഫോമിൽ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നേരിട്ട് എപ്പോഴെങ്കിലും വരുന്ന സമയത്ത് നമ്മുടെ ക്യാമ്പസിൽ വരുന്ന സമയത്ത് സംസാരിക്കാം. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാവുന്നതാണ്. നമുക്ക് ലീഗൽ ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് ഞാൻ അതിനപ്പുറത്തേക്ക് പറയില്ല. ഇവിടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്നുള്ളത് അറിയിക്കുക. നമ്മൾ അതിന് വേണ്ടുന്ന ഡീറ്റെയിൽസ് തരുന്നതാണ്. എന്റെ നമ്പർ ഇതാണ് 9497628007 എന്നുള്ളതാണ് എന്റെ നമ്പർ. ഓക്കെ, അപ്പോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നതാണ് എന്താണ് വർത്തമാന പശ്ചാത്തലം എന്ന് പറഞ്ഞു, എന്താണ് ഇപ്പോഴത്തെ പകർച്ചവ്യാധി എന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ കോൺട്രോവേഴ്സീസിലേക്ക് ഒന്നും പോയിട്ടില്ല, പോകുന്നുമില്ല. ഓക്കെ, കൾച്ചറൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ സിനേറിയോ എന്തൊക്കെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്തു. എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ഇഷ്യൂസ് എന്ന് ചർച്ച ചെയ്തു. പിന്നെ കോസസ് ആൻഡ് റിസൾട്ട്സ് എന്തൊക്കെയാണ്, അതിന്റെ കാരണങ്ങളും അതിന്റെ പരിഹാരങ്ങളും അതിന്റെ ഔട്ട്പുട്ടുകളും എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. കൺസ്യൂമറിസം എന്നുള്ള സംഭവം എന്താണെന്ന് മനസ്സിലാക്കി. അത് നമുക്ക് ഗ്യാരണ്ടി തരുന്നില്ല എന്ന് മനസ്സിലാക്കി. ഇക്കോ വില്ലേജ് ആണ് ഇതിനൊരു പരിഹാരം എന്നുള്ളത് മുതലാണ് ഞാൻ സംസാരിച്ചു തുടങ്ങിയത്. എന്താണ് ഇക്കോ വില്ലേജ് എന്നും എന്തല്ല ഇക്കോ വില്ലേജ് എന്നും ഇക്കോ വില്ലേജിനകത്ത് എന്താണെന്നുള്ളതെന്നും നമ്മുടെ ഇക്കോ വില്ലേജ് എന്താണെന്നും ഒക്കെ ഞാൻ പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴി നിലനിൽക്കാൻ കഴിയാന്നുള്ളതിനെ കുറിച്ച് സൂചിപ്പിച്ചു. ഇനി നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയുന്നതിലൂടെ ഞാൻ നിങ്ങളെ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാം. നിങ്ങൾക്ക് അന്വേഷണമൊന്നുമില്ല, ഒരാൾ പറയുന്നത് കേട്ടിരുന്നതോടുകൂടി നിങ്ങളുടെ ഉത്തരവാദിത്വം തീർന്നു എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അവിടെ നിർത്താം, അത് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് അന്വേഷണം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഞങ്ങളുടെ കൂടെ വന്ന് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടുന്നുണ്ടെങ്കിൽ അക്കാര്യം ചോദിക്കാം. ആ ചോദ്യങ്ങളിലൂടെ നമുക്ക് ഒരു അല്പസമയം കൂടെ പോവാം. താങ്ക് യു. എന്റെ വിലാസം എന്നവർ എഴുതിയെടുത്തു.